പ്ലീസ് പ്ലീസ് പ്ലീസ്. നമ്മൾ ഫ്രാങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലായിരുന്നു, കുറേ നാൾ വെളിയിലായിരുന്നു. ഓക്കെ മാൻ. അങ്ങനെ ഫ്രാങ്കിലും കുറേ നാൾക്ക് ശേഷമാണ് വീട്ടിലിരിക്കുന്നത്. നമ്മുടെ റേഞ്ച് റോവർ ലാമാർ കൊണ്ട് ഇട്ടാന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ റേഞ്ച് റോവറോടെ കിടപ്പുണ്ട് നല്ല പുതുപുത്തനായിട്ട്. പിന്നെ നമ്മുടെ ക്ലാസിക് വണ്ടി. ഓക്കെ നമ്മളെന്നും കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആൻറ്റീനെ പോയി കാണാം. ലെറ്റ്സ് ഗോ. ആൻറ്റി ഞാൻ തിരിച്ചെത്തി. ആൻറ്റി ഞാൻ വന്ന്. ഹലോ വാട്സാപ്പ്. അങ്ങനെ ആൻറ്റി സുഖല്ലേ? സുഖാണോ? ശരി ആൻറ്റി. ആൻറ്റി കൊണ്ടുവന്നത് ഞാൻ ജസ്റ്റ് കറിയണം. നമ്മൾ കുറേ നാളെ കണ്ടിട്ട്. വേ ഓക്കെ. നമ്മുടെ റൂമൊക്കെ പിന്നെ സീനാണ്. എന്താ ന്യൂസ് വെച്ചിരുന്നല്ലോ. എന്താ ആൻറ്റി ടി വിയിൽ വെച്ചേക്കുന്നത്? റോബരാ? നമ്മുടെ നാട്ടിലെ ബില്യണയറിന്റെ കടയിൽ റോബറി നടന്നിരിക്കുന്നു. ഈ കള്ളന്മാർ റോബറി ചെയ്ത് അവിടുത്തെ ഫുൾ ക്യാഷും എടുത്തോണ്ട് പോയി. നിങ്ങൾ സൂക്ഷിക്കുക. ഓക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവിടെ കൊണ്ടെന്നാ പറഞ്ഞ ലോസ് ആൻഡോസിൽ. നമ്മുടെ ഈ വീടിനടുത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു വെടിവെപ്പ് സൗണ്ട്. ആൾക്കാർ ഓടുന്നു. ബ്രോ എടാ ആൾക്കാരൊക്കെ ഓടുന്നുണ്ടോ? ഇത് പോലീസൊക്കെ നിൽക്കുന്നില്ല. പോലീസൊക്കെ നിൽക്കുക. ഫ്രാങ്കിലെ പതുക്കെ പോലീസ് തിരിച്ചു പോന്ന്. ഞാൻ പോലീസുകാരെ കൊന്ന്. ഇവൻ ന്യൂസിൽ വന്ന് അവനല്ലേ? എനിക്ക് തോന്നുന്നതാണോ എന്തോ. നിങ്ങൾ കണ്ടില്ലായിരിക്കും, ന്യൂസിൽ ഇവനെ കാണിച്ചായിരുന്നു. സാറേ ഇവൻ എന്തിനാ അറസ്റ്റ് എന്നിട്ട് ഇവനെന്താ കൊല്ലുന്നത്? ഇവരൊന്നും പറയുന്നില്ല. ചേച്ചി നിങ്ങൾക്ക് അറിയോ? സാറേ എന്താണ് സാറേ? ആരും മിണ്ടുന്നില്ലല്ലോ എൻ്റെ ആളി. അപ്പോൾ എന്തോ സീനുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ തന്നെ എന്ത് സീനാണെന്ന് തോന്നുന്നു. എന്നാലും ആൾക്കാരൊക്കെ ഓടിയത് എനിക്കൊന്ന് പോലീസുകാർ വെടിവെച്ചിട്ടല്ലായിരിക്കും. എന്നാലും അയാൾക്കും മറ്റേ ഗണ്ണുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും എല്ലാവരും ഓടിയത്. എനിക്കൊന്ന് അതുകൊണ്ടാണ്. കുഴപ്പമില്ല, നമുക്കിടന്ന് ഉറങ്ങാം. ഞാൻ പേടിച്ചു ഇവിടുന്ന്. എൻ്റെ ആളിയാ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേക്കാം നമുക്ക്. രാവിലെ അടുത്ത രാവിലെ എഴുന്നേക്കാം. ഇപ്പം എന്തായാലും രാത്രി ആറായി. ഓക്കെ ഇത് അടുത്ത ദിവസം രാവിലെയാണ്. നമ്മളെന്തായാലും നമ്മുടെ റേഞ്ച് റോവർ എടുത്ത് നമ്മൾ ജസ്റ്റ് കറങ്ങാൻ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇന്ന് കറങ്ങാൻ പോകാം. ഞാൻ ചോപ്പോടെ ഉറങ്ങുന്നുണ്ട്. കാരണം ചോപ്പിന് എന്തോ പനിയങ്ങണെന്ന് തോന്നുന്നത്. നമുക്കെന്തായാലും നമ്മൾ മോഡിഫൈഡ് റേഞ്ച് റോവർ കൊണ്ട് പോകുന്നതായിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ ഇതെല്ലാം പൊട്ടട കയറി. നമുക്ക് കാശൊക്കെ ഉണ്ട്, ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ ഞാൻ മറന്നു. നമ്മൾ ഗ്യാങ്ങിൻ്റെ ഒരു പരിപാടി ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ വണ്ടി എടുക്കാൻ പോകില്ല. നമ്മൾ തന്നെ പണിത് ഈ കസ്റ്റമർ വണ്ടി നമുക്ക് തന്നെ ഒരു തന്നെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കെന്തായാലും പിടച്ച് വേണമെങ്കിൽ പോകാം. അതിന് ഈ വണ്ടി നല്ല സീനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എന്തായാലും അന്ന് എടുത്തായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. എനിക്ക് 2 വണ്ടി ഉണ്ട് ആക്ച്വലി. ആ ഒരു വണ്ടിയുണ്ട്, ഈ ഒരു വണ്ടിയുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും ഒരെണ്ണം. ഒരു ഗ്യാങ്ങിൻ്റെ തന്നെ ഒരു പാട്ട വണ്ടിയുണ്ട്, പിന്നെ ഈ ഒരു വണ്ടിയുള്ളത്. അപ്പോൾ നമുക്കെന്തായാലും നമ്മൾ ഗ്യാങ്ങിൻ്റെ പേരായിട്ട് പോകുന്നു. അപ്പോൾ നമുക്കെന്തായാലും ജസ്റ്റ് അവിടെല്ലാം മിഷൻസ് ഉണ്ടോ നോക്കാം, എന്നിട്ട് നോക്കാം. ഓക്കെ നമ്മൾ മിഷനൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് വീട്ടിൽ തിരിച്ചിട്ടുണ്ട്. ചോറെല്ലാം തിരിച്ചു തന്നെയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഗ്യാരേജിലോട്ട് ഇടാം. കാരണം വലിയ ബെല്ലാസ് എല്ലാം കണ്ടെടുത്തോണ്ട് പോകും. അപ്പോൾ നമുക്കെന്തായാലും എടുത്തോണ്ട് പോവാം. ഓക്കെ എന്ത് സൗണ്ട് കേൾക്കുന്നത് എനിക്കറിയണം. നമുക്കെന്തായാലും അകത്തോട്ട് കയറാം. എനിക്ക് തോന്നുന്നു ചോപ്പെല്ലാം കറിയായിരിക്കും. കാരണം ഫുഡ് ഉണ്ടാക്കണം പറയാം. ഫുഡ് ഇടാം. ഓക്കെ കരയുന്നവരാ? ആരുടെ കരച്ചിൽ വരുന്നത്? ഹലോ ആൻറ്റി എന്തിനാ കരയുന്നത്? ബ്രോ ആൻറ്റി എന്തിനാ കരയുന്നത്? ചോപ്പിനെ കാണാനില്ലേ ബ്രോ? ചോപ്പ് മാത്രമുള്ളത്. നമുക്കൊരു ഫ്രണ്ടല്ല, അമ്മാരൊക്കെ പോയി. ചോപ്പിനെ കാണാനില്ല. ചോപ്പ്